ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. ഇത് കഥാസാഗരത്തിൻ്റെ സമയമാണ്. കഥാസാഗരം ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മൃഗകഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. കഥ എങ്ങനെയാണ്? കാട്ടിലൊരു വീടുണ്ടാക്കി 3 പേർ അതിൽ താമസിച്ചിരുന്നു. ഒന്ന് ഒരച്ഛൻ കരടി, പിന്നെ ഒരു അമ്മക്കരടി, മൂന്നാമതായി കുട്ടിക്കരടി. അങ്ങനെ ഇരിക്കെ കുട്ടിക്കരടിയുടെ ജന്മദിനം ഇങ്ങെത്തി. ജന്മദിനം പ്രമാണിച്ച് കുട്ടിക്കരടിയുടെ അമ്മക്കരടി പായസമുണ്ടാക്കി. എല്ലാ ആഘോഷ അവസരങ്ങളിലും പതിവുള്ളതാണത്. പായസം നല്ല ചൂടാകയാൽ അച്ഛൻ കരടി പറഞ്ഞു, നമുക്ക് താഴ്വരയിലൊന്ന് നടക്കാൻ പോകാം. മടങ്ങിയെത്തുമ്പോഴേക്കും പായസം ചൂടാറിയിരിക്കുമല്ലോ. അത് കേട്ട് മൂവരും മരവാതിൽ പുറത്തുനിന്ന് ചാരി വെളിയിലേക്കിറങ്ങി. അതിനിടെ പായസം തിളയ്ക്കുന്ന മണം പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടി അങ്ങോട്ടെത്തിയിരുന്നു. സാധാരണ മനുഷ്യരൊന്നും ആ വഴിക്ക് വരാറില്ല. പക്ഷേ ഇവൾ ഏത് സാഹസത്തിനും മുതിരുന്ന ഒരു കുസൃതിയാണ്. ചാരിയ വാതിലിൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് നോക്കി. അകത്ത് ആരെയും കണ്ടില്ല. ചാരിയ വാതിൽ അല്പം നീക്കി പതുക്കെ അവൾ അകത്തേക്ക് കയറി. പ്രതീക്ഷിച്ചതുപോലെ തീന്മേശമേൽ 3 തളികകളിലായി പായസമിരിക്കുന്നു. അവൾക്ക് വായിൽ വെള്ളമൂറി. അതാരുടെ വീടാണെന്നോ അവരിപ്പോൾ എവിടെയാണെന്നോ ആലോചിക്കാനൊന്നും അവൾ മെനക്കെട്ടില്ല, മുതിർന്നില്ല. ആ പെൺകുട്ടി ആദ്യം ഏറ്റവും വലിയ തളിക എടുത്തു നോക്കി. അസഹനീയമായ ചൂടുണ്ട്. ആ തളിക അവൾ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. അത് അച്ഛൻ കരടിയുടേതായിരുന്നു. രണ്ടാമത്തെ പായസത്തളിക അല്പം ചെറുതായിരുന്നു. പക്ഷേ അതിലെ പായസം വല്ലാതെ തണുത്തതായാണ് അവൾക്ക് തോന്നിയത്. അതവൾ മറ്റൊരു മൂലയിലേക്ക് എടുത്തു വെച്ചു. ആ തളിക അമ്മക്കരടിയുടേതായിരുന്നു. അവസാനത്തെ തളിക ഏറ്റവും ചെറുതായിരുന്നു. അതിലെ പായസത്തിനാണെങ്കിൽ ഇളം ചൂടും. പിന്നീട് അവൾ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. ഒറ്റ മോന്തലിന് പാത്രം കാലിയാക്കിയിട്ടേ അവൾ നേരെ ചൊവ്വേ ശ്വാസം പോലും വിട്ടുള്ളൂ. ആ കുഞ്ഞു തളികയിൽ കുട്ടിക്കരടിയുടെ പായസമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി കരടി കുടുംബം തിരിച്ചെത്തുമ്പോൾ എന്തെല്ലാം ഗുലുമാലുകളാണോ ഉണ്ടാവുക. പക്ഷേ അതൊന്നും ആലോചിക്കാതെ അവൾ അടുത്തു കണ്ട വലിയ കസേരയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു. കസേര പൊളിഞ്ഞ് താഴേക്ക് വീണു. രണ്ടാമത്തെ കസേരയും അവൾ കയറിയിരുന്നപ്പോൾ തകർന്നു. കുട്ടിക്കരടിയുടെ ചെറു കസേര മാത്രമാണ് അവൾക്ക് യോജിച്ചതായി കണ്ടത്. അത്രയും ആയപ്പോൾ അവൾ വീടിൻ്റെ മുകളിലെ ഉറക്കറയിലേക്ക് കയറി ചെന്നു. അവിടുത്തെ ഏറ്റവും ഉയരമുള്ള കട്ടിലിൽ നിന്നും ഒരു പുതപ്പെടുത്ത്, അല്പം ഉയരം കുറഞ്ഞ രണ്ടാമത്തെ കട്ടിലിൽ നിന്നും തലയണയും എടുത്ത്, എന്നിട്ട് ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിക്കരടിയുടെ കട്ടിലിൽ കയറി സുഖമായി ഉറക്കം തുടങ്ങി. അപ്പോഴാണ് വീട്ടുകാരായ കരടികൾ തിരിച്ചു വരുന്നത്. അലങ്കോലപ്പെട്ട തീന്മേശ കണ്ടപ്പോഴേ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. കസേരകൾ തകർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ കരടിക്ക് അരിശം വന്നു. തുടർന്ന് അവർ മുകൾ നിലയിലെത്തിയപ്പോൾ അവിടെ മതാ വാരി വലിച്ചിട്ടിരിക്കുന്നു. അപ്പോഴാണ് തൻ്റെ കട്ടിലിൽ സുഖമായി ഉറങ്ങുന്ന പെൺകുട്ടിയെ കുട്ടിക്കരടി ശ്രദ്ധിച്ചത്. അച്ഛനും അമ്മയും അങ്ങോട്ട് ഓടിയെത്തി. തങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി എല്ലാം നശിപ്പിച്ച അവൾക്ക് നേരെ കരടികൾ അട്ടഹസിച്ചുകൊണ്ട് ചാടിയെടുത്തു. ആ ബഹളം കേട്ട് പെൺകുട്ടി കട്ടിലിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. തന്നെ മാന്തിപ്പൊളിക്കാൻ തുനിയുന്ന ഭീകരരെ കണ്ട് അവൾ ഭയന്നു വിറച്ചു. അത് കണ്ട് കുട്ടിക്കരടി മാതാപിതാക്കളെ തടഞ്ഞു. വേണ്ട അച്ഛാ, അമ്മേ, അവൾ എന്നെപ്പോലെ ഒരു കൊച്ചു കുട്ടിയല്ലേ. ഇതിലും എത്രയോ മുട്ടൻ
വികൃതിത്തരങ്ങളല്ലേ എൻ്റെ വകയായി എന്നും ഇവിടെ അരങ്ങേറുന്നത്. അതിനാൽ അവളെ വെറുതെ വിടുക. ഒരുപക്ഷെ അവൾ എനിക്കൊരു കളിക്കൂട്ടുകാരിയായാലോ. അത് കേട്ട് അച്ഛനും അമ്മയും അടങ്ങി. പിഞ്ചു പെൺകുട്ടി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. അത്രയും മതിയായിരുന്നു കുട്ടിക്കരടിക്കും അവൾക്കുമിടയിൽ ഒരു സൗഹൃദം സ്ഥാപിക്കപ്പെടാൻ. പിന്നീടവർ എന്നും തുമ്പിയെ തേടിയും പൂമ്പാറ്റയെ പിന്തുടർന്നും ആ കാട്ടിൽ ഒരുമിച്ച് ഓടി നടന്നു. ഇത്രയുമാണ് കഥ. ക്ലെമന്റ് മൂർ ആണ് ഈ കഥ എഴുതിയത്. അപ്പോൾ കഥ അവസാനിച്ചു. ഒരു സൗഹൃദം തുടങ്ങാൻ ഒരു ചെറു പുഞ്ചിരി മതി. അതാണിവിടെ നമ്മുടെ ഈ കുട്ടിക്കരടി നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഇന്ന് പലപ്പോഴും നമ്മളെല്ലാം ചിരിക്കാൻ മറന്നുപോയവരാണ്. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുക വളരെ പ്രയാസമാണ്. അങ്ങനെ അവസരങ്ങൾ കിട്ടിയാലും പല മുതിർന്നവർക്കും അങ്ങനെ ഒന്നും ചിരിക്കാൻ സാധിക്കാറില്ല. മനസ്സിൽ അത്രയ്ക്കും ഭാരവും ഈഗോയും ഞാനെന്ന ഭാവവും ഒക്കെയാണ്. ചില നർമ്മ സിനിമകൾ കണ്ടാൽ പോലും ചിരിക്കാത്ത മനുഷ്യരുണ്ട്. വേദിയിൽ നിൽക്കുന്ന ഒരു കോമഡി സ്കിറ്റ് കണ്ടിട്ട് ചിരിക്കാൻ പറ്റാത്ത പരിഷ്കാരികളായ മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിൻ്റെ കടിഞ്ഞാണുകളൊക്കെ ഒന്ന് കെട്ടഴിച്ച് വിടാൻ അവർക്ക് സാധിക്കാറില്ല. അവരുടെ ഉദ്യോഗത്തിൻ്റെയും പദവിയുടെയും ചിലപ്പോൾ പണത്തിൻ്റെയും സമൂഹത്തിലെ അവരുടെ വിലയുടെയും നിലയുടെയും ഒക്കെ ഹാങ് ഓവറിൽ അവർക്ക് സ്വയം ചിരിക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സങ്ങനെയാണ്. അവിടെയാണ് ഈ കുട്ടി നമ്മളെ അതിശയിപ്പിക്കുന്നത്. കുട്ടി മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ വെറും ഒരു കുട്ടിയല്ലേ. അതുപോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തു നിന്നും ജാതി ചിന്തകൾക്ക് ഒരു കുറവുമില്ല. ഞാൻ അനേകം തവണ എനിക്കൊന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാലും വീണ്ടും ആവർത്തിക്കണമെന്ന് തോന്നുന്ന ഒരു വിഷയമാണ് ഈ ജാതി മതം. അതിൻ്റെ ഒരു കെട്ടുപാട് വല്ലാതെ മനുഷ്യനെ കെട്ടി പൂട്ടി നിർത്തുന്ന ഒരു ചിന്തയും സമ്പ്രദായവും ആചാരവും ദുരാചാരവും ഒക്കെയാണ്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ചില ദളിത് കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ കാണാറുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. അതിക്രൂരമായി മർദ്ദിക്കുന്ന, അവർ മനുഷ്യക്കുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുന്ന മേൽജാതിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ പുളകം കൊള്ളുമ്പോൾ ഇങ്ങനെയും കുറേ സത്യങ്ങൾ, ഇങ്ങനെയും കുറേ ദുരാചാരങ്ങൾ, ഇങ്ങനെയും കുറേ അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ള വസ്തുത കൂടി നാം മറക്കാൻ പാടില്ല. ഈ ഇടയ്ക്ക് കേട്ട ഒരു പ്രഭാഷണമാണ്, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രഭാഷണമാണ്. അതിലിങ്ങനെ ആ പ്രഭാഷണം നടത്തുന്ന വ്യക്തി പറയുന്നുണ്ട്, 3 ലക്ഷം വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ മനുഷ്യരുണ്ടായത്. ഒരു 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവർ പുറത്തേക്ക് വന്നു, ആഫ്രിക്കയുടെ പുറത്തേക്ക് വന്ന് അവർ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 65,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ ജനവിഭാഗം, അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ജനവിഭാഗം മനുഷ്യർ, അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യർ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത്. നമ്മുടെ മതങ്ങളുടെയും ജാതി വ്യവസ്ഥകളുടെയൊക്കെ ചരിത്രം, അതിന് ഇത്രയും ചരിത്രമൊന്നുമില്ല, ഇത്രയും വർഷങ്ങളുടെ പഴക്കമൊന്നുമില്ല, വളരെ അടുത്ത കാലത്തുണ്ടായതാണ്. 65,000 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ആദ്യത്തെ ആഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യർ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ DNA കോഡിൽ ഒരു 2% മുതൽ 4% വരെ DNA നിയാൻഡർതൽ മാൻ്റേതാണ്. അത് ഇന്ത്യയിലെ ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ജൈനനോ ബുദ്ധനോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരും ആയിക്കോട്ടെ, ഇവരിലെല്ലാം ഇത്രയും ശതമാനം, അവരുടെ DNA ഇത്രയും ശതമാനം നിയാൻഡർതൽ മാൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഹോമോസാപ്പിയൻസിനും നിയാൻഡർതൽ മാനും ഇണചേർന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ മനുഷ്യ വിഭാഗമുണ്ടായി. അതിൻ്റെ ഫലമാണ് നമ്മളുണ്ടായത്. നമ്മൾ ഈ വിഭാഗത്തെ വളരെ കാട്ട് ജീവികളായിട്ടൊക്കെയാണ് കാണുന്നത്, നിയാൻഡർതൽ മാനിനൊക്കെ. അപ്പോൾ അവരെയൊക്കെ തുടർച്ചയാണ് നമ്മൾ എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ ഏത് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ എടുത്താലും ഈ 4% ഉണ്ട്. അപ്പോൾ ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വേർതിരിക്കുന്നവർ ചിന്തിക്കേണ്ട വസ്തുതയാണ്. മേൽക്കോയ്മ പറഞ്ഞ് പുളകം കൊള്ളുന്നവർ അത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്.
ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ പൂർവീകരിലോട്ടൊക്കെ അല്ലെങ്കിൽ മനുഷ്യർ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ, ഒന്ന് പുറകോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവിടെയാണ് ശാസ്ത്രത്തിൻ്റെ വിജയം. അതുകൊണ്ടാണ് ശാസ്ത്രം പഠിക്കണമെന്നൊക്കെ പറയുന്നത്. നാം എന്താണെന്ന് തിരിച്ചറിയാൻ, അല്ലേ, നമ്മുടെ DNA എന്താണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ രക്തം എന്താണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ പരിണാമം, അല്ലേ, നമുക്കുണ്ടായ പരിണാമം അത് തിരിച്ചറിയാൻ ഒക്കെ ശാസ്ത്രം ഉപകാരം ചെയ്യും. ശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ്. ശാസ്ത്രത്തെക്കുറിച്ച് അതിനൊക്കെ തന്നെ ചരിത്രവും, അല്ലേ, വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് ചരിത്രം പഠിക്കുക എന്നുള്ളത്. നാം നമ്മെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കും. നാം എന്താണോ ഒരു വ്യക്തത ലഭിക്കും. അപ്പോൾ ഇത്തരം ബാലിശമായ ചിന്തകളൊക്കെ പതുക്കെ നമ്മളിൽ നിന്ന് വിട്ടകലും. ആന്ത്രപ്പോളജി, നരവംശ ശാസ്ത്രം, ഇതൊക്കെ മനുഷ്യ ഉൽപ്പത്തിയിലേക്ക് നമ്മളെ നയിക്കും. ആ പഠനവും, അല്ലേ. അപ്പോൾ അത്തരം അറിവുകൾ ഏറെ ഗുണം ചെയ്യും, നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കി തരാൻ. ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും അത്തരം വേർതിരിവുകൾ, അല്ലേ, ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് അത്തരം വേർതിരിവുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.